This video is sponsored by SBO Digital Marketing. ஸ்கிப் பண்ணாதீங்க. பெரிய தப்பு. தினம் 300 ரூபாய் சம்பாதிக்க அரிய வாய்ப்பு. இன்ஸ்டாகிராம், ஃபேஸ்புக் பயன்படுத்த தெரிந்தால் போதும் கண்டென்ட் போஸ்ட் அண்ட் கண்டென்ட் பப்ளிஷிங் மூலமா தினம் 300 ரூபாய் சம்பாதிக்கலாம். இந்த வேலை செய்ய 5 நிமிடம் போதும். ஒர்க் ட்ரைனிங் சப்போர்ட், குரூப் கம்யூனிகேஷன் சப்போர்ட், ஆல் லாங்குவேஜ் கஸ்டமர் லைவ் சாட் சப்போர்ட், முக்கியமா சொந்தமா ஒரு பிசினஸ் ஸ்டார்ட் பண்ற அளவுக்கு உங்களால கற்றுக்கொள்ளவும் முடியும், சம்பாதிக்கவும் முடியும். இந்த வேலை வாய்ப்பு வழங்குவது 5 வருடத்திற்கு மேல ரன் ஆகிட்டு இருக்க நம்ம தமிழ்நாட்டு கம்பெனி ஸ்கூல் ஆஃப் பிசினஸ் ஆர்கனைசேஷன் பிரைவேட் லிமிடெட். மேலும் விவரங்களுக்கு டிஸ்கிரிப்ஷன்ல கொடுத்திருக்க நம்பருக்கு வாட்ஸ்அப் பண்ணுங்க. ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു വെജിറ്റബിൾ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ വെയ്റ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് ഞാൻ കഴിക്കുന്ന എനിക്കിഷ്ടമുള്ളൊരു വെജിറ്റബിൾ സൂപ്പാണിത്. ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ പോവാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ബീൻസ്, ക്യാരറ്റ്, പിന്നെ ചെറുള്ളി, വെളുത്തുള്ളി, പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓട്സ് വേണം. ബീൻസ്, ക്യാരറ്റും ഞാൻ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. കലോറി കൂടുതലാണ് ക്യാരറ്റിന്, അതുകൊണ്ട് ഹാഫ് ക്യാരറ്റ് എടുത്തിട്ടുള്ളൂ. ബീൻസ് നമുക്ക് കഴിയുന്നത്ര നേർമനായിട്ട് അരിഞ്ഞിടാൻ നോക്കാം. ഇനി ഞാനൊരു കടായി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇനി അതിനകത്ത് നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം പൊട്ടി കഴിയുമ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബീൻസ്, ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരണം. ബീൻസ് നമുക്ക് നന്നായിട്ട് വേവണം, എന്നാലേ ആ സൂപ്പിനകത്തുള്ള ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങുള്ളൂ. ബീൻസ് വെന്തില്ലെങ്കിൽ അതിൻ്റെ മൊത്തം ടേസ്റ്റ് പോകും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബീൻസ്, ക്യാരറ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എടുത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ ഓട്സ് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനകത്തോട്ട് 1 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമ്മളിതിലാകെ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത് ഈ മല്ലിപ്പൊടി മാത്രമാണ്. എന്നാണ് നല്ല ടേസ്റ്റാണ്, പക്ക ടേസ്റ്റാണ് ഇത് കേട്ടോ. ഓട്സ് ഇഷ്ടമില്ലാത്തവർക്കും ഇത് കഴിക്കാൻ ഇഷ്ടമാവും, അത്രയും ടേസ്റ്റാണ്. ഇനി നമുക്കിതൊന്ന് 10 മിനിറ്റ് വേവിക്കാൻ വയ്ക്കാം. മൊത്തത്തിൽ ഞാൻ 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് ഇത് വേവിക്കുന്നത്. ഏകദേശം ഓട്സൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടൊമാറ്റോ പ്യൂരി ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ സൂപ്പിൽ നമ്മൾ കോൺഫ്ലവറാണ് ചേർക്കാറല്ലേ, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് 1 സ്പൂൺ റാഗിയാണ്. 1 സ്പൂൺ റാഗി ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നന്നായിട്ട് വെന്ത് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പ് റെഡി. അപ്പോൾ ഇത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പ് റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നൈറ്റ് ഈ ഒരു സൂപ്പ് മതിയാവും നമ്മുടെ ഈ ഡയറ്റിന്. വെയ്റ്റ് ലോസ് ഡയറ്റിനാണേ പറഞ്ഞത്. ഹെൽത്തി ആയിട്ടുള്ള ഈ സൂപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.